എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ മൂലം നക്ഷത്രക്കാർക്ക് Six of Pentacles, Knight of Wands, Seven of Cups, Three of Swords, Nine of Wands, Queen of Cups. ആദ്യം തന്നെ 6 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ അതായത് പൊതുവേ നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാമ്പത്തികമായിട്ട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകണം, അതേപോലെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ മുന്നേറണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് പൊതുവിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതിനർത്ഥം ജോലിയിലോ സാമ്പത്തികമായിട്ട് മുന്നേറണമെന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ ജീവിതത്തിൽ നേടുന്നതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങും. ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് മാത്രമല്ലാതെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് നല്ല കാര്യങ്ങൾ പൊതുവേ ജീവിതത്തിൽ സംഭവിക്കണം. അത് സാമ്പത്തിക നേട്ടം മാത്രമല്ല നല്ല കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മെറ്റീരിയൽ ടേംസ് നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ, അതായത് സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വേണമെന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമൃദ്ധിയും ഐശ്വര്യവും ഒന്ന് പൊതുവേ സാമ്പത്തികം മാത്രമല്ല, ഒരു പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ ലൈഫിൽ നിങ്ങൾക്കൊരു തൃപ്തി, ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ തൃപ്തനാണ് അല്ലെങ്കിൽ തൃപ്തിയാണെന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. അതായത് ഒരു സപ്പോർട്ടായിട്ട് മറ്റ് പല ആളുകൾക്കും സപ്പോർട്ടായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പുറകോട്ടേക്ക് നിൽക്കുന്നവർ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ആവശ്യമുള്ളവരെ അതിൽ നിങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനവും മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് ജോലി കൊടുക്കുകയും അതിൽ നിങ്ങൾ മുന്നേറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ അല്ലാതെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജോലി കൊടുക്കുന്നു, അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും അനുസരിച്ചിട്ടുള്ള റോളിൽ. അല്ലാതെ ജോലി സഹായമായിട്ട് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ, ക്വാളിഫിക്കേഷൻ ഉള്ളവരെ സഹായിക്കുന്നു ആ രീതിയിൽ. അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങൾ സഹായഹസ്തം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിനൊരു സംതൃപ്തി തരുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതായത് അവനവൻ്റെ ജീവിതം മാത്രമല്ല മറ്റാളുകളുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം. നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചത് എന്താ പറയുക, നിങ്ങൾ ജോലി മാത്രമല്ല നിങ്ങളുടെ പാഷൻ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡ്രംസ് വായിക്കുക, ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ മൃദംഗം, തബല അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാവാം. സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സോ അതുപോലെയുള്ള കാര്യങ്ങൾ, മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതൊരു ഹോബിയായിട്ട് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും, കൊച്ചിലേക്ക് ചിലപ്പോൾ പഠിച്ചിട്ട് വിട്ടിട്ടുള്ള കാര്യമായിരിക്കും, മുന്നോട്ടേക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് വരെ നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്ന ഒരു സാഹചര്യത്തേക്ക് വന്നിട്ടില്ലായിരിക്കും, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നു. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ജീവിതത്തെ ഏത് രീതിയിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല ചിന്തകളും നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ
അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് ഒരാലോചനയല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ, അതേപോലെ പ്രായമായിട്ടുള്ള ആളുകൾ, റിട്ടയർ ആയിട്ടുള്ള ആളുകൾ പൊതുവെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇനിയെങ്കിലും ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മൈൻഡിൽ വരാം. പക്ഷെ ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, ചെയ്യുന്നില്ല. കാരണം അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും സാഹചര്യം വരുമോ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വയ്ക്കും. ഇപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം മുൻഗണന ഉള്ളതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ, വേറെ ആരുടെ കാര്യം വരുമ്പോൾ നിങ്ങളത് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കും. അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, എങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അപ്രധാനമായിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് താല്പര്യം കാണിക്കും. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതായത് നിങ്ങൾക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുകയാണ്. 7 ഓഫ് കപ്സ് എനർജിയാണ്. അവസരങ്ങൾ ഒത്തിരി വരുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമാണ് വരുന്നത്. ഈ സമയത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പം അതിന് അവസരമുണ്ട്, ശ്രമിക്കുക. നിങ്ങളും ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്കും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. എപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചാൽ മാത്രമാണ് നിങ്ങളൊരു നല്ല വ്യക്തി ആവൂ എന്നുള്ളൊരു ചിന്ത, അത് കാലങ്ങളായിട്ട് നിങ്ങളുടെ ചിന്തയാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ എളുപ്പമൊന്നും അല്ല. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ. എങ്ങനെയാണത് നിങ്ങൾക്ക് എത്രത്തോളം അത് സന്തോഷം തരുമെന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് മാത്രമാണ് സന്തോഷം എന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് നോക്കൂ, അത് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ചില വീട്ടമ്മമാരെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ കോഴ്സോ, ചിലപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സോ, തയ്യലോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളാണെങ്കിൽ നമ്മൾ സാമ്പത്തിക നേട്ടമുണ്ടാകുക എന്ന് പറയുന്നതൊരു കഴിവാണ്. അതിന് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കഴിവ് എന്താണോ ആ കഴിവ് ഉപയോഗപ്പെടുത്തി മുന്നോട്ടേക്ക് പോവാം. ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ അവസരം കാണിക്കുന്നു. അതേപോലെ തന്നെ 3 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 3 ഓഫ് സോട്സ് എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അനാവശ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ അത് കുറച്ചധികം നാളായി. അപ്പോൾ നമ്മളെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു 3 months ആയിട്ട് നിങ്ങൾ ആ ഒരു ഫേസിലാണ്. ഇനിയും നിങ്ങൾ മുന്നോട്ടേക്ക് ആ ഫേസിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ, കാരണം ഒരു എന്താ പറയുക, ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോവുകയാണ്. അത് വിട്ടുകളയേണ്ടുന്ന സമയമൊക്കെ അതിക്രമിച്ചു, പക്ഷെ നിങ്ങളിപ്പോഴും അതിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ തന്നെ തിരിച്ചു പിടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പെട്ടുപോകും. ആ ഒരു പാസ്റ്റിൽ തന്നെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളാണ്. ലൈഫ് ഇനിയും മുന്നോട്ടേക്കുണ്ട്. നിങ്ങൾ തന്നെ ഇതിവിടെ തീർന്നു എന്ന് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോയില്ല എങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകും. അതൊരു പോസിറ്റീവ് എനർജി അല്ല, മറിച്ച് നിങ്ങൾ 9 ഓഫ് സോൺസ് എനർജിയാണ്. എല്ലാത്തിനെയും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും മുന്നോട്ടേക്ക് പോകേണ്ടടുത്ത് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ ചില സാഹചര്യങ്ങൾ ഇവിടെ നിങ്ങളെ ലൈഫ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ജീവിതത്തിൽ ഇനിയും മറ്റുള്ളവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങളെ വേദനിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ബോർഡർ അല്ലെങ്കിൽ ആ ഒരു വേലി കെട്ടുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾ ആവശ്യത്തിൽ കഴിഞ്ഞ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എല്ലാവർക്കും അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ അതിൽ കയറി ഇടപെടുന്നത്. നിങ്ങൾ അതിലധികം അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് പരുഷമായിട്ടോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് അത് എങ്ങനെയാണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലായാലും അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി എൻ്റെ ജീവിതത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകണം. അത് സോഫ്റ്റായിട്ടോ ഹാർഷായിട്ടോ എങ്ങനെയായാലും നിങ്ങളുടെ ലൈഫാണ്, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു എനർജിയിൽ തന്നെ മറ്റുള്ളവരാൽ ചവിട്ടി തേച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. അത് മനസ്സിലാക്കുക. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം അതിന് ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. കാരണം ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനുള്ള ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അത് ധൈര്യമായിട്ട് അത് പറയുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ മാസം തരുന്നത് ഒരു മനസ്സമാധാനവും സ്വസ്ഥതയുമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതമാണ്, ഒരു സെൽഫ് റെസ്പെക്റ്റാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട സെൽഫ് റെസ്പെക്റ്റാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.
ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾ പൊതുവേ ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങളും പലതും അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ കൂട്ടുകെട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു, ബന്ധങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.